Hello all, welcome to Competitive Cracker. I'm Dr. Vidya Vijay. സോ സെറ്റ് ഇംഗ്ലീഷിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ പാസ് ഓൺ ചെയ്യുന്നതിനാണ് ഞാനിവിടെ വന്നേക്കുന്നത്. നമുക്കറിയാം ഓഗസ്റ്റ് 2 എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന സെറ്റ് ഇംഗ്ലീഷ് എക്സാം അല്ലേ. അപ്പം നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത്, നമുക്ക് വളരെ കുറച്ച് ടൈം മാത്രമേ ഉള്ളൂ. അതായത് എക്സാക്ട്ലി നമ്മൾ പറയുകയാണെങ്കിൽ അറൗണ്ട് ഒരു 40-45 ഡേയ്സ് അല്ലേ. അപ്പോൾ ആ 40-45 ഡേയ്സിൽ എൻ്റെ സിലബസ് കവർ ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വൽ പ്രിപ്പറേഷനെ സംബന്ധിച്ച് നമുക്കൊരു ഇത്തിരി ടഫ് ടാസ്ക് ആണ് അല്ലേ. ഒരു കൃത്യമായ മെൻറ്റർഷിപ്പ് ഉണ്ടെങ്കിൽ, അതായത് ഡെയിലി പോർഷൻസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് അസൈൻ ചെയ്ത് കിട്ടുവാണെങ്കിൽ യു ആർ ഫോഴ്സ്ഡ് ടു കവർ ദാറ്റ് പോർഷൻ അല്ലേ. അങ്ങനെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്താൽ നമുക്ക് ഡെഫിനറ്റ്ലി ഓഗസ്റ്റ് 2 നടക്കുന്ന സെറ്റ് എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് തന്നെ സാധിക്കും അല്ലേ. ഇത് വെറും വാക്കല്ല, നല്ലൊരു ഉറപ്പാണ്. കാരണം നമുക്ക് അത്രയും അധികം റിസൾട്ട് നമുക്കുണ്ട് അല്ലേ. അപ്പം നമുക്ക് അതിന് മുമ്പായിട്ട്, അതായത് കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യണം. അതിനു മുമ്പായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഇൻഫർമേഷൻ, എപ്പോഴും നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് ഞാൻ ഇവിടെയും പറയുന്നത്. അതായത് നമുക്കെല്ലാവരുടെയും അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് ടു ഗെറ്റ് എ ജോബാണ് അല്ലേ. അപ്പോൾ ആ സ്വപ്ന ജോലിക്കായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് കോമ്പറ്റീറ്റീവ് ക്രാക്കർ. അത് പലരുടെയും എക്സ്പീരിയൻസിലൂടെ പ്രൂവ് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് അല്ലേ. അപ്പം എല്ലാവരും ഡൗൺലോഡ് CZ ലേണിംഗ് ആപ്പ്, അതായത് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ലേണിംഗ് ആപ്പ്, അല്ലെങ്കിൽ ഐഫോൺ യൂസ് ചെയ്യുന്നവർക്ക് ആപ്പ് സ്റ്റോറിൽ നിന്ന് ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. എല്ലാ ദിവസവും നമുക്ക് മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാം. അതുപോലെ ഫ്രീ ക്വിസ് ഉണ്ടാവും, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ PDFs ഉണ്ടാകും. എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് ഇത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, മാക്സിമം യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞു. നമുക്ക് 40-45 ഡേയ്സ് മാത്രമേ ഉള്ളൂ സെറ്റ് ഇംഗ്ലീഷ് ക്രാക്ക് ചെയ്യാനായിട്ട് അല്ലേ. അപ്പോൾ അതിൽ നമ്മുടെ സ്ട്രാറ്റജി എന്തായിരിക്കണം എന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി കുറച്ച് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ നമ്മുടെ സെറ്റിൻ്റെ റിസൾട്ടുകളാണ്. അടുത്ത പ്രാവശ്യം നിങ്ങളുടെ ഫോട്ടോയും ഇതിലുണ്ടാവണം അല്ലേ. ഇനി ഉണ്ടോ, ഇപ്പം നമ്മുടെ ക്യാപ്ഷൻ തന്നെ ആഞ്ഞു പിടിച്ചാൽ സെറ്റ് കൂടെ പോരും. 40-45 ഡേയ്സ് ഉണ്ടെങ്കിൽ പോലും ഡെഫിനറ്റ്ലി ഐ പ്രോമിസ് യു ക്യാൻ ക്രാക്ക് ദ സെറ്റ് ഇംഗ്ലീഷ് എക്സാം. ഓക്കെ, അപ്പം എന്താണ്, നമുക്ക് ലൈവ് സെഷൻസ് ഉണ്ട്, വീക്ക്ലി റിവിഷൻസ് ഉണ്ട്, ഇൻഡിവിജ്വൽ മെൻറ്റർഷിപ്പ് ഉണ്ട്, മെറ്റീരിയൽസ് ഉണ്ട്, മോക്ക് എക്സാംസ് ഉണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ ഫീച്ചേഴ്സ്. ഈ ഫീച്ചേഴ്സൊക്കെ നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ള ഒരു കാര്യം മാത്രമാണ് പറയുന്നത്. അപ്പം ഇങ്ങനെ, അതായത് 45 ഡേയ്സ് കൊണ്ട് നമ്മളെ സംബന്ധിച്ച് ആസ് എ സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ ഒരു ആസ്പിരൻ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് ഏറ്റവും ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം അറ്റ് ദ ഏർലിയസ്റ്റ് ഓരോരോ ക്വാളിഫിക്കേഷനും നേടിയെടുക്കുക എന്നുള്ളതാണ്. അപ്പം അതിനായിട്ട് ഈ സെറ്റ് ഇംഗ്ലീഷും അല്ലെങ്കിൽ സെറ്റ് എന്നുള്ള ഒരു സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് പാസ്സാവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ യു ക്യാൻ ജോയിൻ നൗ ആൻഡ് യു ക്യാൻ കോൺടാക്ട് ദ നമ്പർ 9746455514. ഓക്കെ, അപ്പോൾ ഈ ഒരൊറ്റ കാര്യം മാത്രമാണ് നിങ്ങളെ റിമൈൻഡ് ചെയ്യിക്കുന്നത്. 40-45 ഡേയ്സ് മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. അതുകൊണ്ട് തന്നെ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ, അപ്പം നമുക്കിനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതിൻ്റെ കുറച്ച് എക്സ്പ്ലനേഷനും, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 7 to 8 ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇതുപോലുള്ള മാക്സിമം ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മുടെ ലൈവ് ക്ലാസ്സിലൂടെ ഇതുവരെ സെറ്റ് ക്വാളിഫൈ ചെയ്ത നിങ്ങൾക്ക് പരിചയമുള്ള ആരോട് വേണമെങ്കിലും നിങ്ങൾക്ക് അന്വേഷിക്കാം. അത്രയും നല്ല ലൈവ് ക്ലാസ്സുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, so this is the first question. Who wrote the following line? The proper study of mankind is man. Option A, Dryden. Option B, Wordsworth. Option C, Arnold. And option D, Pope. Okay, the proper study of mankind is man. So here we are getting a clue. Okay, so the entire letters are there. So the right answer is Alexander Pope. നമുക്കറിയാം അലക്സാണ്ടർ പോപ്പ് വീണ്ടും ഇതുപോലുള്ള ഒരുപാട് to err is human, to forgive is divine, a little learning is too dangerous അല്ലെ, ഇതുപോലുള്ള ഒരുപാട് കോട്ട്സുകൾ അദ്ദേഹം നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് കോട്ട്സ് ആണ് the proper study of mankind is man. ഇനി
This famous line is in the philosophical poem. So this line is taken from an essay on man. Okay, this line is taken from an essay on man written by the neoclassical poet Alexander Pope. Okay, written by the neoclassical poet Alexander Pope and published between 1733 and 1734. Okay, 1733 and 1744. 34. So once again I am telling you, the proper study of mankind is man is said by or it's a famous quote by Alexander Pope and it is taken from an essay on man. Okay, next question. Who wrote the following line? A hard time we had of it. A hard time we had of it. Option A, Dickens. Option B, Ezra Pound. Option C, Matthew Arnold. And option D, Eliot. A hard time we had of it. Okay, it is said by T.S. Eliot. Now we have to identify the statement is taken from. Appa remember, a hard time we had of it is delivered by Eliot and this line appears in the poem Journey of the Magi. Okay, Journey of the Magi, and it's a very famous poem written by T.S. Eliot and it is first published in 1927 as part of the Ariel poem series. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഈ മൂന്ന് ഇൻഫർമേഷൻ ആണ് കിട്ടുന്നത് അല്ലേ. Actually this line is delivered by T.S. Eliot and second important information is it is taken from Journey of the Magi and third one it was first published in 1927 as part of the Ariel poems. Okay, clear? ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ രണ്ട് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും അത് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷനും മീറ്റ് ചെയ്തു. നൗ വി ആർ മൂവിങ് ഓൺ ടു ദ തേർഡ് ക്വസ്റ്റ്യൻ. Honest criticism and sensitive appreciation is directed not upon the poet but upon the poetry. Who said the above sentence? Option A, Arnold. Option B, Eliot. Option C, Ransom. And option D, Lewis. ആരാണ്? Honest criticism and sensitive appreciation is directed not upon the poet but upon the poetry. അതായത് not be prejudiced അല്ലേ, അതാണ് പറയുന്നത്. അപ്പോൾ അത് ആരായിരിക്കാം ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഡെലിവർ ചെയ്തത്? Again, it is delivered by T.S. Eliot. Okay, it is delivered by T.S. Eliot. ഇനി this famous line is from T.S. Eliot's seminal essay 1999. It was published in the year 1919. Okay, and the work is Tradition and the Individual Talent. Okay, sorry for the mistake. I think I said like this. 1999. Sorry, it is 1919. So the essay Tradition and the Individual Talent പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കമൻ്റ് ആണ് ഇത്. നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ അല്ലെ ഇംപേഴ്സണാലിറ്റി, തിയറി ഓഫ് ഇംപേഴ്സണാലിറ്റി ഒക്കെ നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് തന്നെയാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Uncle Toby appears in Uncle Toby. So we know that it is very difficult to remember the character's name അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള കേസസ് വരുമ്പോൾ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ ചോദിച്ചിരിക്കുന്ന വർക്കുകൾ ഫോക്കസ് ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ള ക്യാരക്ടേഴ്സിന് ഇപ്പം നമ്മളിപ്പോൾ ഒരു വർക്ക് പഠിക്കുമ്പം അല്ലെങ്കിൽ പഠിപ്പിക്കുമ്പം വി ഹാവ് ദാറ്റ് ഫീലിംഗ് അല്ലേ, അല്ലെങ്കിൽ ഇത് ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഇറലവൻറ്റ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് നമുക്ക് ടീച്ചേഴ്സിനുണ്ടാവാം. അതുപോലെ തന്നെ വളരെ നാളുകളായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർക്കും ഒക്കെ ആ ഒരു എന്താ പറയുക ഒരു ഇൻറ്റ്യൂഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലേ. സോ അങ്കിൾ ടോബി അപ്പിയേഴ്സ് ഇൻ ഓപ്ഷൻ എ ടോം ജോൺസ്, ഓപ്ഷൻ ബി ഓൾ മൈ സൺസ്, ഓപ്ഷൻ സി അങ്കിൾ ടോംസ് ക്യാബിൻ, ഓപ്ഷൻ ഡി ട്രിസ്ട്രം ഷാൻഡി. ഏതാണ് റൈറ്റ് ആൻസർ? ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, Tristram Shandy. And who is the author of Tristram Shandy? Tristram Shandy is written by Laurence Sterne. He is one among the 4 pillars of the English novelist. അല്ലെ, നമുക്കറിയാം ആരൊക്കെയാണത്?
Samuel Richardson, Henry Fielding, Tobias Smollett, and Laurence Sterne. So once again, I am telling you, Tristram Shandy is written by Laurence Sterne. And Tristram Shandy has got a very different title. What is that? Life and Opinions of Tristram Shandy, a Gentleman. Okay, that is the full title of that particular work. Clear? Okay. Next question. In an essay of dramatic poesy, the views of Dryden are expressed by ഒരു എക്സാമിനും ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ മസ്റ്റ് ആണ്. അതായത് ഡ്രൈഡൻ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓതറാണ്. അദ്ദേഹത്തിൻ്റെ ഹിൻറ്റ് ആൻഡ് പാന്തർ ആയിരിക്കാം സംടൈംസ്, അതുപോലെ തന്നെ സംടൈംസ് മക്ഫ്ലക്നോ, അതുപോലെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വർക്കാണ് an essay of dramatic poesy, അല്ലെ? The views of Dryden, essay of dramatic poesy, is actually speaking about the viewpoints of 4 different personalities under 4 different names. Okay, അപ്പം ഇവിടെ ഓപ്ഷൻ എ ക്രൈറ്റ്സ്, ഓപ്ഷൻ ബി നിയാണ്ടർ, ഓപ്ഷൻ സി യൂജിനസ് ആൻഡ് ഓപ്ഷൻ ഡി ലിസിഡസ്. വിച്ച് ഈസ് ദ റൈറ്റ് ആൻസർ? ഡ്രൈഡന്റെ വ്യൂ എക്സ്പ്രസ് ചെയ്യുന്നത് നിയാണ്ടർ ആണ്. ഓക്കെ, അപ്പൊ ഡ്രൈഡൻസ് വ്യൂസ് ആർ എക്സ്പ്രസ്ഡ് ബൈ നിയാണ്ടർ. ഇനി എന്താണ്, അതായത് ക്രൈറ്റ്സിനെ റെപ്രസെന്റ് ചെയ്യുന്ന കുറച്ച്, ക്രൈറ്റ്സ് സ്റ്റാൻഡ്സ് ഫോർ, അതുപോലെ നിയാണ്ടർ സ്റ്റാൻഡ്സ് ഫോർ, യൂജിനസ് സ്റ്റാൻഡ്സ് ഫോർ ആൻഡ് ലിസിഡസ് സ്റ്റാൻഡ്സ് ഫോർ. ഇവർക്കെല്ലാം എന്താണ് കണക്റ്റഡ് ആയിട്ടുള്ള കുറെ ടോപ്പിക്കുകളുണ്ട്. എന്തൊക്കെയാണ് ആ ടോപ്പിക്കുകൾ? നമുക്കത് ഐഡന്റിഫൈ ചെയ്യാം. ഇൻ ഹിസ് ഫൗണ്ടേഷണൽ ടെക്സ്റ്റ് ആൻ എസ്സേ ഓഫ് ഡ്രാമാറ്റിക് പോയസി, John Dryden uses the character of Neander. Neander meaning new man. So that is also another important information as his personal mouthpiece. Appo Drydente personal mouthpiece aanu Neander. Okay. So while the other 3 characters represent alternative critical perspectives, Crites advocates for, so you should underline, Crites advocates for ancient Greek or Roman drama and Eugenus for the modern. So sometimes the question can be asked like that. Okay, who stands as the supporters of modernist writers? Appa Eugenus. Okay, appa who supported ancient Greek or Roman drama? Then it is Crites. Okay, who supported French neoclassical drama? That is Lycidius. ആൻഡ് അപ്പോൾ ആ 3 പോയിന്റുകളും നമുക്ക് ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് നിയാണ്ടർ ഡിഫെൻസ് ഇംഗ്ലീഷ് ഡ്രാമ. സോ നമ്മൾ പറഞ്ഞു ഡ്രൈഡൻസ് വ്യൂസ് ആർ എക്സ്പ്രസ്ഡ് ത്രൂ ദ സ്പോക്ക് പേഴ്സൺ. ആരാണ്? നിയാണ്ടർ. ആൻഡ് ഹീ ഡിഫെൻസ്, അദ്ദേഹം എന്തിനെയാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്? ഹീ ഡിഫെൻസ് ഇംഗ്ലീഷ് ഡ്രാമ, praising its emotional depth, variety and the genius of playwrights like Shakespeare. അപ്പോൾ ഈ 4 റൈറ്റേഴ്സും, അതായത് ക്രൈറ്റ്സ്, ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊരു എക്സ്ട്രാ ടാസ്ക് ആയിട്ട് കൺസിഡർ ചെയ്യാം. അതായത് who is Crite, who is Crites, who is Lycidius and who is Eugenus. You can identify the real personalities behind these names. Okay, അപ്പോൾ അത് നിങ്ങൾക്കൊരു ചെറിയ ടാസ്ക് ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇവരുടെ എല്ലാ വ്യൂ പോയിന്റ്സുകളും ഇവരെല്ലാം എന്തിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നതെന്നുള്ളതും നോട്ട് ചെയ്യുക. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. When I consider how my light is spent is an example of, okay, do you remember the line? No. Okay, when I consider how my light is spent is a line from On His Blindness, which is written by the Puritan writer John Milton. When he became blind, he wrote that one. അല്ലേ, അതൊരു സോണറ്റ് ആണ്, 14 lined poem ആണ്. And when I consider how my light is spent is an example of synecdoche, hyperbole, metonymy and pun. എന്താണ് ഇവിടെ? ഏത് ഫിഗർ ഓഫ് സ്പീച്ച് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഏത് പോയറ്റിക് ഡിവൈസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്? The correct answer is metonymy. Metonymy is the right answer. So here, how did we arrive at the conclusion that it is metonymy? For example, light means eyesight. Okay, so how my light is spent. So light is used as a word instead of using eyesight. Okay, clear? Okay.
ഇനി നമുക്ക് അപ്പം ഇഫ് പോസിബിൾ ഈ ഒരു എന്താണ് 20 മിനിറ്റ്സിനുള്ളിൽ ഇതെല്ലാം നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല. എന്നാലും ഇതൊക്കെ ഞാൻ നിങ്ങളുടെ ക്ലാസ്സുകളിൽ നിങ്ങൾ ചോദിക്കുമ്പോഴാണെങ്കിലും ഇപ്പൊ ഇതുപോലൊരു ക്വസ്റ്റ്യൻ എടുത്താൽ വി വിൽ ഡെഫിനറ്റ്ലി ഡിസ്കസ് ഓപ്ഷൻ എ, ഓപ്ഷൻ ബി, ഓപ്ഷൻ സി ആൻഡ് ഓപ്ഷൻ ഡി വിത്ത് എക്സാമ്പിൾസ്. യു നോ ദാറ്റ്, റൈറ്റ്? സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഡെഫിനറ്റ്ലി യു ക്യാൻ ജോയിൻ വിത്ത് us. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. Who among the following is not a Marxist critic? Not a Marxist critic. Christopher Caldwell, Raymond Williams, Terry Eagleton ആൻഡ് വിക്ടർ സ്ക്ലോസ്കി. ഏതാണ് റൈറ്റ് ആൻസർ? എനിക്ക് തോന്നുന്നു നമ്മൾ ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ളവരാണ് ഇവരെല്ലാം, അല്ലെ? എസ്പെഷ്യലി ബി, സി, ഡി. ആൻഡ് 3 പേരും, അതായത് വിക്ടർ സ്ക്ലോസ്കി can definitely we can definitely associate him with formalism, right? So the right answer is ഇവിടെ not a Marxist critic എന്ന് പറയുമ്പോൾ definitely that will be a formalist. So the right answer is Victor Sklowski, and the other 3 are important Marxist critics. Okay, clear? Okay, അപ്പം എന്താണ് ഇനി ഇതുപോലൊരു സിമ്പിൾ ക്വസ്റ്റ്യനും കൂടി. അതായത് നമ്മൾ ഒരുപാട് വർക്ക്സുകളുടെ ഓതേഴ്സിനെ, അതായത് ചിലപ്പോൾ നമ്മൾ കേട്ടിട്ടില്ലാത്ത, അല്ലെങ്കിൽ നമ്മൾ അത്ര ഫെമിലിയർ അല്ലാത്ത, അല്ലെങ്കിൽ പെട്ടെന്ന് ഈസിലി നമുക്ക് എന്താ പറയുക ഈസിലി റിക്കളക്ട് ചെയ്യാൻ പറ്റാത്ത ചില വർക്കുകളും അതിൻ്റെ ഓതേഴ്സും നമ്മളോട് ചോദിക്കാം. അപ്പം ഭവാനി ജംഗ്ഷൻ ഇസ് റിട്ടൺ ബൈ, ഇന്ത്യൻ ലിറ്ററേച്ചർ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്, അല്ലേ? അപ്പം നമുക്ക് ഇതിൽ ഏതാണ് ആൻസർ? ഭവാനി ജംഗ്ഷൻ. നമുക്ക് യൂഷ്വലി വി ഹാവ് എ ടെൻഡൻസി ടു അസോസിയേറ്റ് ബി വിത്ത് ബി, ബട്ട് ദാറ്റ്സ് നോട്ട് ദ റൈറ്റ് ആൻസർ. സോ ദ റൈറ്റ് ആൻസർ ഈസ് ജോൺ മാസ്റ്റേഴ്സ്. ഓക്കെ, ദ റൈറ്റ് ആൻസർ ഈസ് ജോൺ മാസ്റ്റേഴ്സ്. ഇനി ലെറ്റ്സ് ഹാവ് എ ലുക്ക് അറ്റ് ദി ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ. ഇറ്റ് ഈസ് പബ്ലിഷ്ഡ് ഇൻ 1954 and it is a classic historical novel by British author John Masters. Oh, sorry, he is a British author. നമ്മൾ തന്നെ ഇന്ത്യൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണെന്ന്. അപ്പം ഞാൻ പെട്ടെന്ന് അമിതാഭ് ഘോഷിനെയും ഭവാനി ഭട്ടാചാര്യയും കണ്ടപ്പോൾ പറഞ്ഞതാണ്. സോ ദാറ്റ്സ് മൈ മിസ്റ്റേക്ക്. ആൻഡ് റിമെമ്പർ ഹി ഈസ് എ ബ്രിട്ടീഷ് ഓഥർ. Definitely he has a connection with Indian literature, alle? Appo we are not wrong. Okay, so it is set in 1946 during the twilight of the British Raj. Okay, so twilight of British Raj. So the right answer, Bhavani Junction, is written by John Masters. Okay, again another question. Identify the character, particular character from this particular identify the character from a particular work. അതായിരിക്കാം അടുത്തൊരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അതിലൊരു എക്സാമ്പിൾ, സിമ്പിൾ എക്സാമ്പിൾ. ബൊബാഡിൽ is a character in option A, Every Man in His Humor, option B, Pickwick Papers, ഓപ്ഷൻ സി റോഡ്രിക് റാൻഡം ആൻഡ് ഓപ്ഷൻ ഡി മോൾ ഫ്ലാൻഡേഴ്സ്. ബൊബാഡിൽ നമ്മൾ അത്ര ഫെമിലിയർ അല്ല, പക്ഷെ എല്ലാത്തിൻ്റെ ഓതേഴ്സിനെ നമുക്കറിയാം, അല്ലേ? അതായത് ബെൻ ജോൺസന്റെ ഉണ്ട്, ചാൾസ് ഡിക്കൻസ് ഉണ്ട്, പിന്നെ എന്താണ് ടോബിയാസ് സ്മോളറ്റ്, ഡാനിയൽ ഡീഫോ പോലെയുള്ള റൈറ്റേഴ്സിന്റെ ഒക്കെ വർക്ക്സുകളാണ് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് തന്നിരിക്കുന്നത്. അപ്പം ഇതിൽ ബൊബാഡിൽ ഈസ് ആക്ച്വലി എ ക്യാരക്ടർ ബൈ ബെൻ ജോൺസൺ. സോ വിച്ച് ഈസ് ദ റൈറ്റ് ആൻസർ? Every Man in His Humor. He is always famous for humors, അല്ലേ? നമുക്കറിയാം ബ്ലഡ് ഫ്ലം, യെല്ലോ ബൈൽ, ബ്ലാക്ക് ബൈൽ. സോ Every Man in His Humor, Every Man Out of His Humor, Alchemist, Volpone, Epicuene or The Silent Woman. These are the important works. അതിൽ എപ്പോഴും ക്യാരക്ടേഴ്സിനെ ചോദിക്കുന്ന വർക്കുകൾ എന്ന് പറയുന്നത് Every Man in His Humorഉം The Alchemistഉം ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Very simple question. Who is the author of The Moon and Sixpence? Option A, Mangum. Option B, Pound. Option C, Yeats. And option D, Eliot. Which is the right answer? Option A, Somerset Maugham. So The Moon and Sixpence, that is a very famous work by Somerset Maugham. Okay, so let's move on to the details.
William Somerset Maugham is the author of Moon and Sixpence, which was first published in 1919. നമ്മളിപ്പോൾ പറഞ്ഞ ഒരു വർക്ക് ഉണ്ട്, ഏതായിരുന്നു അത്? നമ്മുടെ T.S. Eliotന്റെ തിയറി ഓഫ് ഇംപേഴ്സണാലിറ്റി വരുന്ന ട്രഡീഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ടാലന്റ് അല്ലേ, അതും പബ്ലിഷ് ചെയ്തത് സെയിം ഇയറിലാണ്. ആൻഡ് ഇൻസ്പയർഡ് ബൈ ദ ലൈഫ് ഓഫ് ദ ഫ്രഞ്ച് പെയിന്റർ പോൾ ഗോഗിൻ. സോ you have to identify, you have to underline this character also. അതായത് എന്താണ്, this particular work has got its inspiration from a French painter Paul Gauguin. French painter Paul Gauguin. അപ്പൊ അതും underline ചെയ്യുക. Okay? ഇനി next question. Who wrote The Cocktail Party? Harold Pinter, T.S. Eliot, William Shakespeare and Thomas Heywood. Who is John Heywood? Okay, who is the author? Yes, exactly, T.S. Eliot. T.S. Eliot is the author of Cocktail Party. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മറ്റൊരു ഫേമസ് ഡ്രാമയാണ് Murder in the Cathedral അല്ലേ. അപ്പൊ കോക്ടെയിൽ പാർട്ടിയുടെ ഓതറും ഏലിയറ്റ് ആണ്. അപ്പം ഈ ഒരു 20-25 മിനിറ്റ്സിൽ ഐ ഹോപ്പ്, ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്, എനിക്ക് തോന്നുന്നു നിങ്ങൾക്കൊരു ഒരു 5 to 8 ക്വസ്റ്റ്യൻസ് അല്ല നമുക്ക് കിട്ടിയേക്കുന്നത്. അത്രയും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളെങ്കിൽ പോലും മാക്സിമം ഇൻഫർമേഷൻ ഓരോ ക്വസ്റ്റ്യൻ ബേസ്ഡ് ഞാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. അപ്പം ഈ ഒരു 20 മിനിറ്റ്സിൽ ഇത്രയും ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇമാജിൻ അവർ 1 hour ലൈവ് സെഷൻ. ഡെഫിനറ്റ്ലി ഐ പ്രോമിസ് യു ക്യാൻ ഡെഫിനറ്റ്ലി ജോയിൻ വിത്ത് അസ്. ഓക്കെ, സോ ഒരു ഡൗട്ടും അല്ലെങ്കിൽ ഒരു ഡിലേയുടെയും ആവശ്യമില്ല. പ്ലീസ് ഡു ജോയിൻ വിത്ത് അസ്. ഓക്കെ, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, 9746455514. ഓക്കെ, അപ്പൊ താങ്ക് യു. ഇനി ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ആയിട്ട് വീണ്ടും വരാം. ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഓൾ.